ഇന്ന് നമുക്ക് ബൺ മസ്ക ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സർവീസിന് പോകുമ്പോഴുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, തിരിച്ചു വരുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ബൺ മസ്ക ഉണ്ടാക്കാനുള്ള ബണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബട്ടറാണ് എടുക്കുന്നത്. ഞാൻ ആദ്യം എടുത്തത് സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ആയിരുന്നു കേട്ടോ. പിന്നെയാണ് പറഞ്ഞത് സാൾട്ടഡ് വേണ്ട, അൺസാൾട്ടഡ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ചെറിയ 2 പാക്കറ്റ് അൺസാൾട്ടഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മിൽക്ക് മെയ്ഡ് ആണ് നോക്കുന്നത്. മിൽക്ക് മെയ്ഡിനും ബട്ടറിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. അപ്പൊ ചെറിയൊരു ബോട്ടിൽ നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം തന്നെ വന്നിട്ട് വൈകുന്നേരം ഉണ്ടാക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ രാവിലത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ബൺ മസ്ക ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലാണ്. എനിക്ക് ചെറിയൊരു മടിയുണ്ട് കേട്ടോ. രാവിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല മടിയാണ്. പിന്നെ എല്ലാവരും കൂടി എന്നെ ഉന്തിത്തള്ളി വിടുകയാണ് കേട്ടോ. ഇന്ന് എന്തായാലും നമുക്ക് ബൺ മസ്ക കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. നല്ലൊരു മോഡലാണ്. ഇതിന് എന്താ പറയുക, ആ ബാക്കിൽ ആ ഒരു ബാൻഡ് പോലെ വരുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ പാൻറ്റും ഈ ടോപ്പും ആണ് കേട്ടോ. കുർത്ത സെറ്റാണ്, വില കുറവിലാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ബൺ മസ്ക ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കണമായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വെച്ചില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. പിന്നെ ബണ്ണ് ഞാനിത് 8 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇതിനകത്ത് 8 എണ്ണം ഉണ്ടായിരുന്നില്ല. ബണ്ണ് ഇങ്ങനെ അടുങ്ങി കിടക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച അടുങ്ങി കിടക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ഒറ്റ ബണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കത്തി അമ്മയുടെ കത്തിയാണ് കേട്ടോ. അമ്മ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള കത്തിയാണ്. പിന്നെ ബട്ടർ ഒരെണ്ണം എടുത്താൽ മതിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു ആവേശത്തിൽ ഞാൻ 2 എണ്ണം എടുത്തു. അപ്പോൾ ക്രീമൊക്കെ കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോസൊക്കെ നോക്കുമ്പോൾ ആരും ഫ്രഷ് ക്രീം ചേർക്കുന്നില്ല. ഞാൻ നമ്മുടെ എംഫോർടെക്കിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഫ്രഷ് ക്രീം വാങ്ങിച്ചത്. പിന്നെ എന്തായാലും ടേസ്റ്റ് കൂടുകയല്ലേ ഉള്ളൂ. പിന്നെ മിക്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ ഈസി ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിച്ചതാണ് കേട്ടോ. തണുപ്പ് മാറാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ക്രീമൊക്കെ അതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ബണ്ണിലെ പരിപാടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബണ്ണിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ബർഗറൊക്കെ ഇല്ലേ, അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇത് കഴിക്കാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ ബൺ മസ്ക കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ക്രീമൊക്കെ തേച്ചിട്ടുണ്ട്. ഏട്ടൻ പറയുന്നത് വൃത്തിയില്ലാണ്ടാണ് തേക്കുന്നത്, അങ്ങനെയല്ല നല്ലൊരു ഷേപ്പിലൊക്കെ തേക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരുവിധം ഞാനിതാ ബൺ മസ്ക റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 6 പേരും ഉണ്ട്, 4 ബൺ മസ്കയുണ്ട്. പിന്നെ സാറിലെ നമുക്ക് മുറിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഇതാ ബൺ മസ്കയൊക്കെ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ചായ വെക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലാവരും ഇറാനി ചായയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇറാനി ചായ വെക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലൊഴിച്ച ചായ കുറച്ച് മധുരം കുറച്ചിട്ട് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്ന് വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞുസൊന്നും കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോയി കേട്ടോ. അവൻ ആ കൊടുക്കുന്നതിൻ്റെ ഒരു ഇതിൽ ഞാൻ അതൊക്കെ വിട്ടുപോയി. ഞാൻ കഴിക്കുന്നത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, കുഞ്ഞുസിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ബണ്ണിനോട് ഇഷ്ടക്കുറവുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. എല്ലാവരും ഈ പറയുന്നത്ര ഒരു ഇത് എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.